ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആര് രക്ഷിക്കും? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിക്രൂരമായ പീഡനങ്ങളാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ അവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ വളരെ ശക്തമായ ജനകീയ സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ ബംഗ്ലാദേശിലെ അക്രമം അവസാനിക്കൂ. ഇപ്പം പഴയ ഇതിൽ വ്യത്യസ്തമായിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇങ്ങോട്ട് ഓടി വരുന്നില്ല. അവരവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവർ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ആ ഇസ്കോണിനെ നിരോധിക്കാൻ വരെയാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് കാര്യമായൊരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് രക്ഷയുണ്ടാവൂ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാവും. എന്താണ് നിലിൻ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയുള്ള നടപടികൾ വേണം എന്നുള്ള ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് RSS പറഞ്ഞു കഴിഞ്ഞു. RSS പറഞ്ഞു ഇന്ത്യ ശക്തമായിട്ട് ഇടപെടണം, അവിടുത്തെ ഹിന്ദുക്കളുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വലിയ സ്വീകാര്യതയുണ്ട്. ലോക നേതാക്കൾക്കിടയിൽ വളരെ വലിയ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. പണ്ടത്തെ ഇന്ത്യൻ നേതാക്കളെ പോലെയല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ പോലെയല്ല. അപ്പൊ അതൊരു ഫാക്ടറാണ്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ട, അല്ല അവിടുത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഏത് വിഭാഗക്കാരാണ് നമുക്കറിയില്ലോ, അവരെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ചുമതലയാണ്. കാരണം ഇന്ത്യക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു സഹോദര രാഷ്ട്രം തന്നെയാണ് ബംഗ്ലാദേശ്. അപ്പൊ അവിടെ നടക്കുന്ന ഭരണമാറ്റമാണ് ഈ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ബൈഡൻ ഭരണകൂടത്തിന്റെ ഇതിലൊരു പങ്ക്. കാരണം ബംഗ്ലാദേശിൽ ഒരു വീക്കർ സർക്കാർ വേണ്ടത് അമേരിക്കയ്ക്കൊക്കെ ആഗ്രഹമായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് തൊട്ടപ്പുറത്ത് ഇന്ത്യയോട് വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ അമേരിക്ക ഒന്നും ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക നമ്മളോട് ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കാൻ. അതായത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഒരു 50 വർഷം മുമ്പിലേക്ക് പോയാൽ 1971 ഇതേ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധിയോട് പല നേതാക്കളും പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ദിരാഗാന്ധി ഇടപെടാൻ തയ്യാറല്ല. കാരണം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ എങ്ങനെ ഇടപെടും, അത് തന്റെ ഇമേജിനെ ബാധിക്കുമോ എന്നാണ് ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടത്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധി തയ്യാറായി, നമ്മളത് ചെയ്യുകയും ചെയ്തു ലാസ്റ്റ് ഘട്ടത്തിൽ, അവസാന ഘട്ടം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നെളിൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അന്നും അമേരിക്ക ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതായത് നമ്മുടെ പട്ടാളം INS വിക്രാന്തൊക്കെ അവിടെയുണ്ട്. നമ്മുടെ പട്ടാളം അതിശക്തമായിട്ട് പോരാടുന്നു, അവർക്ക് എല്ലാ സൈന്യവും കൊടുക്കുന്നു മുക്തി ബാഹിനിക്ക്. അപ്പം നമ്മുടെ പട്ടാളത്തിന്റെ ശ്രദ്ധ പാകിസ്ഥാനായിട്ട് ഏറ്റുമുട്ടതിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ 7ാം കപ്പൽപ്പട നമ്മുടെ ചിറ്റഗോങ് തീരത്തേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇന്ത്യ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. നമുക്ക് തന്നെ നേരത്തെ തന്നെ നമുക്ക് അമേരിക്കയുടെ സന്ദേശങ്ങളൊക്കെ നമ്മൾ തടസ്സപ്പെടുത്തിയോണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വിവരം തന്നെ ലഭിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ ശക്തിയാണ് 7ാം കപ്പൽപ്പട, ആയിരക്കണക്കിന് വിമാനങ്ങളും കപ്പലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം. പക്ഷെ നമ്മളതിനെ മൈൻഡ് ചെയ്തില്ല. നമ്മളെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അപ്പം പാകിസ്ഥാനെ നേരെ ആക്രമിക്കുന്നത് ഒഴിവാകും. പിന്നെ ഒളിച്ചോടാൻ ശ്രമിച്ചത് നിയാസിക്ക് ഒരു ചർച്ചയ്ക്കുള്ള ഒരു രീതിയിലേക്ക് നിയാസിക്ക് ധൈര്യം വരും എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായത്. പക്ഷെ നമ്മളത് പിന്മാറിയില്ല. അന്ന് നമുക്കതിനെ അമേരിക്കയുടെ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പറ്റി. പക്ഷെ ഇന്ന് അമേരിക്കയിൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സർക്കാരാണ്. ഡെമോക്രാറ്റിക് സർക്കാർ മാറി റിപ്പബ്ലിക്കൻ, അതൊരു മാറ്റമാണ്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു അന്താരാഷ്ട്ര ബന്ധങ്ങളിലൊക്കെ ഉള്ള ചില പ്രഷറുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനത, സത്യത്തിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ തന്നെയാണ്, വർഷങ്ങളായിട്ടുള്ള. കാരണം 1947 മുമ്പ് അത് അവിഭക്ത ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. 1971 നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ് ബംഗ്ലാദേശിനെ നമ്മൾ. ബംഗാൾ തന്നെയാണല്ലോ അത് മതപരമായിട്ടുള്ള ഇത്, ജിയോഗ്രഫിക്കലി നമ്മുടെ അഗർത്തലയും ത്രിപുരയും ഒക്കെ അപ്പുറത്താണ് കിടക്കുന്നത് ബംഗ്ലാദേശിന്റെ ജിയോഗ്രഫിക്കലി. അപ്പൊ അതിനെ അറിയില്ല എന്താണെന്നുള്ളത്. അല്ല, ഇതിലൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇപ്പൊ മുഹമ്മദ് യൂനിസ് സർക്കാരിന് ഒരു കർശനമായിട്ടുള്ള ഒരു വാണിംഗ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതുണ്ട്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം പലതരത്തിലുള്ള വാണിംഗ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കർശനമായുള്ള ഒരു വാണിംഗ് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ വരെ പറയേണ്ടി വരും. കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം ആ രീതിയിലുള്ള ഒരു വംശഹത്യയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവശേഷിക്കുന്ന ഹിന്ദു ജനവിഭാഗത്തെ കൂടി അവിടുന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾക്കുള്ളത്. കറക്റ്റ് ആയിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി ബംഗ്ലാദേശിനെ മാറ്റുക എന്നുള്ളത് അത് ഇന്ത്യക്ക് വലിയൊരു തലവേദന കൂടെ തന്നെയായിരിക്കും ഇനി വരുമ്പോൾ. കാരണം അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ അങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ കാരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. നേരത്തെ പാകിസ്ഥാനും ചൈനയും അപ്പുറത്തുള്ള സമയത്ത് ബംഗ്ലാദേശൊക്കെ നമ്മളോട് സോഫ്റ്റ് അപ്രോച്ചാണ് ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീന പ്രത്യേകിച്ച് അവാമി ലീഗ് വന്നതിന് ശേഷം 2008 മുതൽ 2024 വരെയുള്ള അവരുടെ ഭരണമാണെന്ന് തോന്നുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് വളരെ നല്ല കോഡിലായുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് മാത്രമല്ല ഇന്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അവിടുത്തെ
ഇപ്പം എന്തൊക്കെ പറയുകയാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കുറെയൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അവർ പൂർണ്ണമായും അടിച്ചമർത്തപ്പെടുകയാണ്. സെക്കുലർ അല്ലാതാക്കാനുള്ള അതാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്കോണിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. അതെ, ഒരു മതസംഘടനയെ നിരോധിക്കാൻ, മതസംഘടന എന്ന് പറയാൻ പോലും പറ്റില്ല. അതിനപ്പുറത്ത് സേവന സംഘടന, സന്നദ്ധ സംഘടന എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്രാക്ക് ഡൗൺ, അതായത് ഉദ്ദേശം വേറെ ഒന്നല്ല. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇൻഫ്ലുവൻസ് അറിയാം ഈ ഒരു ഭരണകൂടത്തിൽ, ഇടക്കാല സർക്കാരിൽ. അപ്പൊ അവരുടെ ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളത്. 1971 അവർ തന്നെയാണ് പറഞ്ഞത്. കാരണം പാകിസ്ഥാന്റെ ഭാഗമാവണം, അല്ലാതെ ബംഗ്ലാ സ്വത്വം ഉയർത്തിപ്പിടിച്ച് പുതിയൊരു രാഷ്ട്രം വേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒരു യൂണിഫൈഡ് ഇസ്ലാമിക് സ്റ്റേറ്റാ വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതേ സിറ്റുവേഷൻ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഇത്തരം വാല്യൂസോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മതപരമായുള്ളതൊന്നും അവിടെ വേണ്ട, അവിടെ ഒരൊറ്റ മതം മാത്രം മതി എന്നുള്ള കൃത്യമായുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ അമേരിക്കയുടെ ഒരു ചേഞ്ച്, ഇപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭരണകൂടത്തിൽ വന്ന മാറ്റം, അപ്പൊ അത് കുറച്ച് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഇപ്പൊ ട്രംപ് ഭരണകൂടത്തിൽ ഒരു പ്രധാന റോള് വഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തുളസി ഗബ്ബാർഡ്, അവരുടെ ഇന്റലിജൻസ് ചീഫാണ്. അപ്പം അവര് പ്രാക്ടീസിങ് ഹിന്ദു ആണ്, ഇന്ത്യൻ വംശജയല്ല, അമേരിക്കക്കാരിയായ ഹിന്ദുവാണ്. അപ്പൊ അവര് ഈ ഒരു വിഷയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു ലോ മേക്കർ കൂടിയായിരുന്നു മുമ്പ് തന്നെ. കാരണം അവര് ഈ വിഷയം വളരെ സജീവമായിട്ട്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അവർക്ക് ഒപ്പം ലോകം നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രസ്താവനകളും വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുൾപ്പെടെ വന്ന ഒരു മാറ്റം, അതായത് ഇപ്പൊ നിലവിൽ ഈ ട്രംപ് ഭരണകൂടം വന്ന ഒന്ന് മുഹമ്മദ് യൂനിസിനെ വ്യക്തിപരമായിട്ട് ട്രംപിന് വലിയ താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പൊ അതിൽ ഇന്ത്യയുടെ ഒരു പ്രഷർ കൂടി വരികയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇത് ഹൈ ടൈമാണ്. പെട്ടെന്നൊരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ സാമാന്യമായ ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് സമീപനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ അതിശക്തമായി ഇടപെട്ടാൽ മാത്രമേ, കാരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും റിവോൾട്ട് ഉണ്ടാവും. കാരണം നമ്മളിത് എത്ര കാലം നോക്കി നിൽക്കുക. ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരുപാട്, പശ്ചിമ ബംഗാളിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ത്രിപുരയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ നേരെ ആക്രമണങ്ങൾ വരെ നടന്നു. മമത സ്വരമൊക്കെ ഒന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതെ, മമതയും പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതൊരു ജനത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട്, കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളും ഡിപ്ലോമാറ്റിക് റിലേഷൻസും മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതല്ല. കാരണം അവിടെ ഒരു ഗവൺമെന്റിനുള്ള പ്രശ്നം, അവിടെ ഒരു ഗവൺമെന്റിലെ തലവൻ മാറി അവര് നമ്മുടെ നാട്ടിൽ അഭയാർത്ഥിയായിട്ട്, അല്ലെ? അത് മാത്രമല്ല അവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്. ഇന്ത്യൻ പതാകകള് ചവിട്ടി മെതിക്കുന്നു, അങ്ങനെയുള്ള ചിത്രങ്ങൾ. അത് നിരവധി വയലൻസിന്റെ നിരവധി വീഡിയോസ് ആണ് വരുന്നത്. ഒരാളെ വളരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ. ഇന്ത്യ ഇല്ലെങ്കിൽ ആ രാഷ്ട്രമില്ല, ഇല്ല, അതവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ആ രീതിയിലേക്ക് വർഗീയവാദികളുടെ കൺട്രോളിലേക്ക് ബംഗ്ലാദേശ് പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അലാമിംഗ് ആയുള്ള ഒരു കാര്യം. കാരണം അതിൽ നിന്ന് എങ്ങനെ ബംഗ്ലാദേശ് ഒരു മോചനം ബംഗ്ലാദേശിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്തി. കോൺഗ്രസ് വളരെ ദുർബലമായുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് നടത്തിയത്. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്തണം, അവിടെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള പേരിനൊരു പ്രസ്താവന. അതിൽ കേരളത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിപ്പോ ദേശീയ തലത്തിൽ തന്നെ വളരെ പേരിനൊരു 1-2 പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇല്ല. CPM-ന്റെ നേതാവ് MA ബേബിയൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അഭിപ്രായം പറയുന്ന ആളുകളാണ് കേരളത്തിൽ, അല്ലെ? കോഴിക്കോട് ബീച്ചിൽ ഒരു പരിപാടി ഒന്നും സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി. അതെ, സത്യത്തിൽ അങ്ങനെ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ കൂടി രംഗത്ത് വരുന്ന സമയത്ത് അതിനൊരു കുറച്ചുകൂടി ഒരു നല്ലൊരു മാനം ഉണ്ടാവും. അങ്ങനെ ഒരു ഇത് എവിടെയും കാണുന്നില്ല. നമ്മൾ നോക്കണം, നമ്മുടെ ഇവിടുത്തെ വലിയ നടന്മാരൊക്കെ ഇപ്പം അവര് സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ക്യാമ്പയിൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടു. പക്ഷെ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ വിഷയം അവിടെ ഹിന്ദു വംശത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ അറിഞ്ഞിട്ട് പോലില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. അത് വേറൊന്നല്ല, കാരണം അവർക്ക് ഇവിടെ അത് പറ്റില്ല. കാരണം ആ രീതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. യഥാർത്ഥ ഹിന്ദുക്കളുടെ പ്രശ്നം, അതായത് അവിടുത്തെ ഹിന്ദുക്കളുടെ അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങളാണ്. അവർ നേരിടുന്ന പ്രശ്നം പറഞ്ഞാൽ പോലും അത് വർഗീയവാദികളായിട്ട് തങ്ങളെ കാണുമോ എന്നുള്ളൊരു പേടിയാണ് പൊതുസമൂഹത്തിനുള്ളത് പലർക്കും. കേരളത്തിലെ സിറ്റുവേഷൻ അങ്ങനെ. കാരണം ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയെ താലോലിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കരിയർ പോകുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒറ്റപ്പെടുമോ എന്നുള്ളത്. കാരണം അത് തന്നെയാണ് പൊളിറ്റിക്സിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം BJP അല്ലാതെ വേറെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ വിഷയത്തിൽ കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പ്രക്ഷോഭം ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം, അല്ലെ, കേന്ദ്ര സർക്കാർ? ഇനി അത് വേണമല്ലോ. കാരണം ഇത്രയും ശക്തമായ രീതിയിലുള്ള ഒരു സർക്കാർ ഇന്ത്യയിലുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പം സ്വാഭാവികമായിട്ട് RSS ഓപ്പൺ ആയിട്ട് രംഗത്ത് വളരെ സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ RSS പറഞ്ഞ ആ ഒരു കാര്യം ഇവര് ചെവി കൊള്ളേണ്ടതുണ്ടല്ലോ. കാരണം ഇപ്പൊ നൊബേൽ സമ്മാനം നേടുക എന്നുള്ളല്ലോ ലക്ഷ്യം. കാരണം അങ്ങനെ ഒരു ലക്ഷ്യമല്ലല്ലോ നമുക്കുള്ളത്.
3 മുതൽ 5 വരെ തീയതികളിൽ ശക്തമായ അതെ, പ്രക്ഷോഭങ്ങളൊക്കെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടത്തുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴിയുള്ള സംഭവങ്ങൾ എങ്ങനെയൊക്കെ പ്രഷറൈസ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അതിനുപരിയായിട്ട് കർശനമായുള്ളൊരു വാണിംഗ് അവിടുത്തെ സർക്കാരിന് പോകേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ കാര്യം ആഗോളതലത്തിൽ തന്നെ വലിയൊരു സംഭവമല്ലേ, ഒരു രാജ്യത്തെ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടക്കുക, ഭരണകൂടത്തിന്റെ അങ്ങനെ ഒരു സംഭവം സഹായത്തോടുകൂടി. വലിയത് തന്നെയല്ലേ, വേറെ എവിടെയും നമ്മളിപ്പോ കേൾക്കുന്നില്ലല്ലോ ആ ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇക്കാര്യത്തിനകത്ത് കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്.